ആൻഡ് നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഈ ബട്ടൺ കണ്ട് ഈ ബട്ടൺ മുകളിലിട്ടാക്കിയാൽ 55 കണ്ട 55 നെക്കി പിടിക്കുവാണെങ്കിൽ 60 67 ഒന്ന് നെക്കി പിടിച്ചാൽ 70 75 75ലോട്ട് ആക്കി വെച്ചപ്പോൾ ആ സ്പീഡിലോട്ട് നമുക്ക് ഈ ബട്ടൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മുടെ മിക്കതിനും ചോദിക്കുന്ന ഒരു കാര്യം നമ്മുടെ BS3 Duke 390 വേഴ്സസ് ദ RTR 310 ഓൺ റോഡായിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി. BS3 Duke 390 വേഴ്സസ് ദ RTR 310 വിച്ച് ഇസ് ദ ബെറ്റർ റോഡ് ബൈക്ക്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സോ ഫസ്റ്റ് തന്നെ രണ്ട് മോട്ടോർ സൈക്കിൾസും എൻ്റെ ഫേവറേറ്റ് മോട്ടോർ സൈക്കിൾസ് ആണ് കേട്ടോ. ഇൻ ദ 300-400 നേക്കിഡ് സെക്ഷനിൽ വൺ ഓഫ് ദ ബെറ്റർ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഈ Duke 390 പണ്ട് മുതലേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ അന്ന് മുതലേ ഒരു ഫാസിനേറ്റിംഗ് ആയി തോന്നിയ മോട്ടോർ സൈക്കിൾ. ഭയങ്കര ഏലിയൻ ലുക്സ് ആയിട്ട് അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 2013 വന്ന മോട്ടോർ സൈക്കിളാണ്. പിന്നെ അതേ സെയിം ഫീഡ്ബാക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്ത് അതേ സെയിം എന്താ പറയുക ഒരു ഫീലിംഗ് പ്രൊവൈഡ് ചെയ്ത മോട്ടോർ സൈക്കിൾ ആണ് ഈ RTR 310 കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ BS3 Duke 390 എടുത്തിട്ട് ഒരു റൈഡ് പോവാം. സോ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 10-year-old വെഹിക്കിളാണ്. ഇത് കമ്പാരിസൺ പർപ്പസ് ജസ്റ്റ് ഇതിൻ്റെ ഡ്രൈവബിലിറ്റി കാണിക്കാൻ വേണ്ടി, പവർ ഔട്ട്പുട്ടോ ഓർ ഹാൻഡ്ലിങ് കാണിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇതിൻ്റെ എവറി ഡേ യൂസബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ സസ്പെൻഷൻ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വണ്ടി കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. സസ്പെൻഷനൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ കോസ്റ്റ് വരുന്ന സസ്പെൻഷനൊക്കെ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. ബാക്കിൽ ഓലിൻസ്, ഫ്രണ്ടിൽ WP-യുടെ 30 ക്ലിക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനായി കൊടുത്തിരിക്കുന്നത്. ഓ സ്ക്രീമർ ഓഫ് എൻ എഞ്ചിൻ. അത്ര ഹൈ ഡ്രൈവിംഗ് ഒന്നുമല്ല, പക്ഷെ എന്നാലും പാസ് 6000 RPM ഈ സിംഗിൾ സിലിണ്ടർ പറക്കും. പിന്നെ ബ്രേക്സ് അതും ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ വണ്ടി ഇപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ വണ്ടി നിൽക്കാൻ കുറച്ച് പാടാണ്. പുതിയ ജനറേഷൻ കുഴപ്പമില്ല, പുതിയ ജനറേഷൻ ബ്രേക്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. പക്ഷേ പഴയ ജനറേഷനൊക്കെ സീനാണ്. ഈ റേസ് ട്രാക്ക് വീഡിയോസ് ആണെങ്കിൽ ട്രാക്ക് ടെസ്റ്റിംഗ് ആണ്, മോട്ടോർ സൈക്കിൾ എക്സ്റ്റൻസീവ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് നമ്മുടെ കാസ്ട്രോൾ പവർ 1 സപ്പോർട്ട് കൊണ്ടാണ്. നമ്മളെല്ലാ മോട്ടോർ സൈക്കിൾസിലും Duke 390 RTR 310 എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റ് സൂപ്പർ ബൈക്ക് എഞ്ചിനുമാണ്. ഈ കാണുന്ന വേരിയൻ്റ് പല വേരിയൻ്റ് അതിൽ ഈ വേരിയൻ്റാണ് ഞാൻ ട്രൈ ആൻഡ് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ മോട്ടോർ സൈക്കിൾസിനൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്കിലാണെങ്കിൽ റേസിങ്ങിലാണ് നമ്മൾ ഈ എഞ്ചിനുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഡെഫിനറ്റ് ട്രൈയോ 10W50 വേരിയൻ്റ് നമ്മുടെ Duke 390 സ്റ്റാൻഡേർഡായിട്ട് വരുന്ന വേരിയൻ്റ്. അതേപോലെ RTR 310 15W50 റെക്കമെൻഡ് ചെയ്ത് ഞാനത് 10W50 കുറച്ചൊരു കൂൾ ടെമ്പറേച്ചറിൽ കുറച്ചും കൂടി തിന്നർ ഓയിലാണ്. ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ സ്റ്റാർട്ടപ്പിൽ കുറച്ചൊരു ബെറ്റർ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി 10W50 ആണ് ഞാൻ എൻ്റെ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ടൈം ഓയിൽ ചേഞ്ചിൽ ഈ ഓയിൽ ഒന്ന് കൺസിഡർ. നമ്മുടെ ചാനൽ സപ്പോർട്ടർ കൂടിയാണ്. എന്ത് ഫാസ്റ്റായിട്ട് ഈ വണ്ടി ആക്സലറേറ്റ് ചെയ്യുന്നത്. 5.56 സെക്കൻഡ്സിലാണ് 0 to 100 അച്ചീവ് ചെയ്യുന്നത്. ഇൻസെയിൻ. ഈ കാര്യത്തിലൊക്കെ ഇത് മച്ച് ഫാസ്റ്റർ ദാൻ ദ RTR 310 ആണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ആ പെപ്പിനെസ്. ഇത് ലൈറ്റർ വെയിറ്റും കൂടിയാണ്. 154 kgs എന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഈവൻ ലൈറ്റർ ആക്കിയിട്ടുണ്ട്. ഇതൊരു മാഡ് വെഹിക്കിളാണ്. ശാന്തി സമാധാനത്തിൽ ഇത് ഓടിക്കാൻ പറ്റില്ല. ഇതിനിഷ്ടമല്ല. ഇങ്ങനെ ട്രാഫിക് ഒന്നും ഇതിന് ഇഷ്ടമല്ല. ഇതിന് പറക്കാനാണ് ഇഷ്ടം. ഇതിനിടയിൽ കൂടി പോകാനാണെങ്കിലും കുത്തി കയറ്റാനാണെങ്കിലൊക്കെ കൈ കൊടുക്കണ്ട. ഇത്രയും ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഗിയറിലോട്ട് ചെയ്യാൻ. ഇത് പീക്ക് ട്രാഫിക് ആയിട്ടില്ല കൊച്ചിയിൽ. കണ്ട ഫ്രീക്വൻറ്റ് ഗിയർ ഷിഫ്റ്റ്സ് റിക്വയർ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് 3rd ഗിയറിൽ ലോ RPM ആയാൽ തന്നെ ആ ചെയിനടി ആ എൻജിന് തീരെ താല്പര്യം ഉണ്ടാവില്ല ആ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടോ. അതിനെ അറിയിക്കും, എൻജിനും വണ്ടി അറിയിക്കും എനിക്ക് ഈ ലോവർ സ്പീഡ്സിൽ ലോവർ RPMത്തിൽ ഹയർ ഗിയേഴ്സിൽ പോകാൻ തീരുന്നത്. ഹയർ ഗിയേഴ്സിന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ 3rd 4th കേട്ടോ. ഇതൊക്കെ സ്പീഡ് കീപ്പ് ചെയ്യണം. 4th തന്നെ 60+ നമ്മൾ 4th ആ പവർ ആ OG Duke 390 ആ എൻജിൻ ഹാപ്പി ആവുന്ന റവ് ചെയ്യണം. അല്ലെങ്കിൽ ഇതേ താഴെ പോയി കഴിഞ്ഞാൽ കണ്ട ഡൗൺ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ട ആ കല ശബ്ദമൊക്കെ ആ ചെയിൻ അടിയൊക്കെ വരും. ആ വണ്ടിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ലോവർ ആയത്. ഒന്ന് RPM കയറുമ്പോഴേക്ക് വണ്ടി സെറ്റ്. ഓവർടേക്സ് ഒക്കെ ഇൻസ്റ്റൻ്റ് ആണ്. ഒന്ന് ത്രോട്ടിൽ കൊടുക്കുക, വണ്ടി അവിടെ എത്തി.
അടിപൊളി. വേണ്ട, അക്രമം കാണിക്കണ്ട കൂട്ടാ. കണ്ട, ഈ വണ്ടിയിൽ ശാന്തി സമാധാനമായിട്ട് ഓടിക്കാൻ പറ്റില്ല, കൈ കൊടുത്ത് ഓടിക്കണം. ഈ ബൈക്കിന് പറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ഗിയർ ബോക്സാണ്. എൻജിനാണെങ്കിലും വലിച്ച് പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ, ഈ വണ്ടി അക്രമത്തോടെ ഓടിക്കുക ഇത് അടിപൊളിയാണ്. OG BS3 ഡ്യൂക്ക് 390 ഇൻസെയിൻ വണ്ടിയാണ് ഇങ്ങനെ. പക്ഷെ അത് ടയറിങ് ആണ്. ഇതെനിക്ക് പണ്ട് വളരെ ഇഷ്ടമായിരുന്നു ഓടിക്കാൻ കേട്ടോ. ഇപ്പോൾ പ്രായം കൂടിയോണ്ടാണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ചോദിക്കലോ ഭയങ്കര റെക്ലെസ് ആവുന്നുണ്ടോ എന്നു നമ്മൾ തന്നെ ചോദിച്ചു. ഇത് കുറച്ച് കൈ കൊടുക്കൽ കൂടിപ്പോയില്ലേ എന്ന് പറഞ്ഞാൽ, വണ്ടി അറ്റ് ലോവർ RPMs, കുറച്ച് ഹയർ ഗിയർ 3rd 4th ആണെങ്കിൽ സിറ്റിയിൽ ഒന്ന് ഗിയർ ഡൗൺ ചെയ്യണം, ഒന്ന് കൈ കൊടുക്കാൻ വണ്ടി തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു വണ്ടി. ഇറ്റ്സ് എക്സ്ട്രീംലി ഫൺ മോട്ടോർ സൈക്കിൾ ഫോർ ദ ട്രാക്ക്. അടിപൊളിയാണ്. പക്ഷേ എവറി ഡേ ഞാൻ ഇത്രയും ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ ഇറ്റ്സ് ഒരു tedious എക്സ്ട്രാ ടാസ്ക്കാണ്. കുറേ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. എനിക്ക് തീരെ മടിയൊന്നുമില്ല. ബ്രേക്സും ഈ വണ്ടി ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിയിലെ എല്ലാ സാധനവും കമ്പോണൻ്റ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇത് അടിപൊളിയാണ്. എവറിഡേ മോട്ടോർ സൈക്കിൾ ആണെങ്കിലും റവ് ചെയ്ത് കയറുന്നത് റീമാപ്ഡ് ആണ്. പറക്കും വണ്ടി. ഓ വേണ്ട, പോയിക്കോട്ടെ. വണ്ടി അടി. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേണ്ട. ഈ വണ്ടിയിൽ ഓടുമ്പോൾ കുറേ പേര് പിടിക്കാൻ വരും, പക്ഷെ തിരിച്ചു പിടിക്കാൻ പോകരുത്. ആ സാധനം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ത്രോട്ടിലാണ്. ഈ വണ്ടിയിൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണിക്കാൻ നമുക്ക് ഒന്ന് കൊടുക്കാം, പക്ഷെ വേണ്ട, അരുത്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ആ ത്രോട്ടിൽ വിട്ടുള്ളത്. ഇവിടെ പോലീസുണ്ട്, നമ്പർ നോട്ട് ചെയ്ത് പോയെന്ന് തോന്നുന്നു. കണ്ട, അപ്പം അങ്ങനെ വിട്ട് കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഈ വണ്ടി പണിയാണ്. ഈ വണ്ടി ഞാൻ പറയില്ല, അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ ഇത്രയും ലോ RPM ഈ വണ്ടിക്ക് തന്നെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഡ്യൂക്ക് 390 ഹീറ്റിംഗ് വേറെയുണ്ട്. BS3 എല്ലാ KTM Pro ഹീറ്റിംഗ് ഉള്ളതാണ് കേട്ടോ. വൈബ്രേഷൻസ് ഉണ്ട്. വൈബ്രേഷൻ അബവ് 6000 RPM. ഇത് അക്രമത്തോടെ ഓടിക്കുന്ന RPMത്തിലൊക്കെ ഇതിന് വൈബ്രേഷൻ ഉണ്ട്. ഹാൻഡിൽ ബാറിലാണെങ്കിലും വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ പാർട്സ് വൈബ്രേഷൻ അല്ല, ഈ എൻജിൻ എന്ന് പറയുന്ന ബസിനെസ് എന്ന് പറഞ്ഞാൽ ഇത് ട്രെയിൽസ് ഫ്രെയിമാണ്. അപ്പോൾ എൻജിൻ മൗണ്ട് ചെയ്തൊക്കെ ഓൺ ദ ട്രെയിൽസ് ഫ്രെയിമാണ്. അപ്പോൾ അടിയിൽ സപ്പോർട്ടൊന്നുമില്ല. ഹാങ് ഓഫ് ചെയ്തുകൊണ്ട് ആ എൻജിൻ എന്ന് പറയുന്ന വൈബ്രേഷൻസ് എല്ലാം ഹാൻഡിൽ ബാറിലോട്ട് ഫുഡ് പാക്കിലോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് വരും. അതാണ് വൈബ്രേഷൻസ് പറയുന്നത്. ബസിനെസ് ആണ്. ഇത് എല്ലാ സിംഗിൾ സിലിണ്ടർ, ഇത് ബിഗ് സിംഗിൾ സിലിണ്ടർ അല്ലേ. RTR 310 വെച്ച് നോക്കുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ഒരു 55-60 cc കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ പവർ ഉണ്ടാക്കുന്നു കേട്ടോ. പവറിൻ്റെ കാര്യത്തിൽ നോ റീപ്ലേസ്മെൻറ്റ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ പറയുന്നത്. പറക്കും. അതിൻ്റെ കാര്യത്തിൽ ദ KTM നെവർ ഡിസപ്പോയിൻറ്റ്സ്. അടിപൊളി പവറാണ്. പക്ഷേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ട്രാഫിക്കിൽ എത്തുമ്പോഴേക്ക് ഈ വണ്ടിക്ക് തീരെ ഇഷ്ടമല്ല. ഹീറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ആങ്കിൾസിലൊക്കെ ചൂടറിയാൻ പറ്റും. തൈസിലൊക്കെ ആ ചൂട് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ബ്രേക്സ് ആണെന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഹയർ സ്പീഡ്സിൽ കുഴപ്പമില്ല. ഇതിൻ്റെ ABSൻ്റെ ഇൻ്റർവെൻഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഡിഫറെൻറ്റ് രീതി നമുക്ക് തോന്നുന്നത്. അതത്രമാത്രം ഒരു ഗുഡ് ഫീലിംഗ് ആയിട്ടുള്ള ABS അല്ല KTMC കൊടുത്തിരിക്കുന്നത്. സോ നമുക്കൊന്ന് വെഹിക്കിൾ സ്വിച്ച് ചെയ്താലോ. ഓൺ ടു ദ RTR 310. സോ നമ്മൾ RTR 310 മാറിയിട്ടുണ്ടോ. സെയിം റൂട്ടായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്ന. ഇപ്പോൾ കുറച്ചും കൂടി ട്രാഫിക് കൂടിയുണ്ട്. പക്ഷെ എന്നാലും RTR 310 അവിടെയാണ് ഷൈൻ ചെയ്യുന്നത് കേട്ടോ. പിന്നത്തെ ഹൈലൈറ്റ് നിങ്ങൾ എൻ്റെ ക്ലച്ച് ഹാൻഡ് നോക്കണം. ഞാൻ ക്ലച്ച് എത്രത്തോളം പിടിക്കുന്നുണ്ടെന്ന് കൂടി ശ്രദ്ധിക്കുക. ഞാൻ ക്ലച്ച് ലെവർ യൂസേ ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ അടിപൊളി രീതിയിലാണ് ട്യൂൺ ചെയ്യുക. ഞാൻ 3rd ഗിയറിലാണ് ഇപ്പോൾ അതേ U-turn ഒക്കെ എടുക്കാൻ പോകുന്നത്. ഞാൻ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ക്ലച്ച് ഉപയോഗിക്കുന്നില്ല. അടിപൊളി ബ്രേക്ക് പിടിച്ച് ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുന്നത് വിത്തൗട്ട് ദ യൂസ് ഓഫ് ക്ലച്ച് കേട്ടോ. ക്ലച്ച് ഞാൻ ഇപ്പോൾ പിടിച്ച്, കാരണം ഇവിടെ ഫ്രണ്ടിൽ വണ്ടി വന്ന് നിൽക്കാൻ പോകണമെന്ന് മനസ്സിലായതുകൊണ്ട്. ഇപ്പോൾ ഞാൻ അതേ മാറ്റി
കണ്ട ക്ലച്ചൊന്നും ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ഓഫാക്കാൻ വേണ്ടി മാത്രം ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് ഈസ് ഓഫ് യൂസേജ് ആണ് ദ RTR 310. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഈ ഹെക്ടിക് ബ്ലോക്കിൽ എവറി ഡേ ഓഫീസ് യൂസ് നിങ്ങൾ പോവുകയാണെങ്കിൽ ടു കോളേജ് അല്ലെങ്കിൽ ടു ഓഫീസ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ഫീച്ചറാണ്. ഇതിൻ്റെ ഭയങ്കര ഈസിലി നമുക്ക് ഓടിക്കാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഗിയറിങ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് TVS ഇത് കൊടുത്തിരിക്കുന്നത്. ലോ ഡൗൺ ടോർക്കും മിഡ് റേഞ്ച് പവറാണ്. ഇത് 0 to 60 ഓൾമോസ്റ്റ് ആസ് ഫാസ്റ്റ് ദ KTM 390. ഇപ്പോൾ ഞാൻ കണ്ട 6th ഗിയർ ഇട്ടു. 6th ഗിയറിലാണെങ്കിൽ എനിക്ക് ഈ ട്രാഫിക്കിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഇതിൽ GTT എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. KTMൽ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത സ്പീഡ്സിലാണ് 43 5th ഗിയറിൽ. ഞാൻ 6th ഗിയറിലോട്ടിട്ട് ഒരു ചെയിനടിയോ ഒച്ചയൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഞാൻ കമ്മിങ് ടു സ്റ്റോപ്പ് ആകാൻ പോകുന്നു, ബ്ലോക്കാണ് ട്രാഫിക്, എന്നിട്ട് ഞാൻ 4th ഗിയറിലോട്ടിട്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാൽ നമുക്ക് നല്ല ഫ്യൂൽ എക്കോണമിയും കിട്ടുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് എഫേർട്ട്ലെസ്ലി സ്ട്രെയിനൊന്നും ഇല്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് കൈ കൊടുത്ത വണ്ടി അവിടെ നിന്ന് പുള്ള് ചെയ്ത് കയറും. അതാണ് ഈ ഷോർട്ട് ഗിയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ബാക്കിലൊരു വലിയ സ്പ്രോക്കറ്റാണ് RR 310 വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ബിഗ് സ്പ്രോക്കറ്റാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇമ്പ്രൂവ് ചെയ്യുന്ന ലോ ഡൗൺ സ്പീഡ്സാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഹാൻഡ്ലിങ്, ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് ചെയ്ത രീതി അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ക്ലച്ച് പിടിക്കേണ്ട ഈ വണ്ടിയിൽ അത്രയ്ക്ക് ഞാൻ കോൺഫിഡൻ്റായി പറയുമല്ലേ, ഈ ട്രാഫിക്കിൽ ഞാൻ ക്ലച്ച് പിടിക്കാണ്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ 2nd ഗിയറിലാണ്, പക്ഷേ ഹാൻഡ്ലിങ് ബ്രേക്കിങ് ഒക്കെ അടിപൊളി. ഒരാൾ വട്ടം ചാടിയപ്പോൾ തന്നെ വണ്ടി പിടിച്ച് നിർത്തി കണ്ടില്ലേ. നിർത്താനാണെങ്കിൽ അത്രയും മാത്രം കോൺഫിഡൻസ് ഉള്ള ഇലക്ട്രോണിക്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. IMU ബേസ്ഡ് ആണ്. അതാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുവാണെങ്കിൽ അതൊരു സെയിം മോഡ് ഓഫ് ABS ആണെങ്കിൽ ചിലപ്പോൾ ക്രാഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിട്ട് പിടിക്കും, ഒറ്റയടിക്ക് ലോക്ക് ചെയ്യാണ്ടിരിക്കും, പക്ഷേ ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടും. പക്ഷേ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഇത് കുറേയും കൂടി സേഫറാണ്. IMU ബേസ്ഡ് ആയതുകൊണ്ട് ഇനേർഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾ എത്രത്തോളം വണ്ടി ഫ്രണ്ടിലോട്ടായി, എത്രത്തോളം ചരിഞ്ഞിട്ടായി, എത്രത്തോളം കയറ്റത്തിലായിരിക്കുന്ന എല്ലാം വണ്ടിക്ക് അറിയാം. അതനുസരിച്ചിട്ട് ബ്രേക്കിംഗ് പെർഫോമൻസ്, ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയുന്നതാണെങ്കിലും അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഭയങ്കര സേഫ് ചോയ്സാണ്. ഫസ്റ്റ് ഗിയർ വണ്ടി നിർത്താൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ ക്ലച്ച് പിടിക്കുന്നത്. അല്ലാത്ത ഒരു സമയവും ഇതിൻ്റെ ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. മൂവിങ് ട്രാഫിക് ആണെങ്കിൽ ഇതിപ്പോൾ പീക്ക് ട്രാഫിക് ഇൻ കൊച്ചിയാണ്. ബട്ടറി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ. പിന്നെ ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഹൈവേ എത്തുമ്പോൾ മാത്രം ക്രൂസ് കൺട്രോൾ ഇട്ടാൽ മതി, അല്ലാണ്ട് ക്രൂസ് കൺട്രോൾ കൊടുക്കേണ്ട റിക്വയർമെൻ്റ് ഒന്നുമില്ല കേട്ടോ. അല്ലാണ്ട് ചെയ്യേണ്ട കാര്യം എപ്പോഴും നിങ്ങൾ എപ്പോഴും പിന്നെ ബ്രേക്ക് പിടിക്കണമെങ്കിൽ അത് കട്ടാവും. സോ അതിൻ്റെ യൂസ് ഹൈവേസിൽ അതെത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇതിൻ്റെ സീറ്റ് ഇപ്പോൾ തണുത്തും തുടങ്ങിയിട്ടുണ്ട്, കംഫർട്ടബിൾ. ആ KTM ഇരുന്ന് ഓടിച്ചപ്പോഴുള്ള ചൂട് കുറച്ച് ടയറിങ്, നമ്മൾ തന്നെ അറിയും ഇത് കുറച്ച് എക്സോസ്റ്റിംഗ് ആണല്ലോ. ആ ഫീലിംഗ് ഒക്കെ മാറി കൂൾ സീറ്റ്സാണ്, സെറ്റപ്പ് കൊള്ളാം. എന്നിട്ട് ലോ ഡൗൺ പവർ, 6th ഗിയറിൽ സിറ്റിയിലൂടെ ഓടിക്കാൻ, അതൊക്കെ നല്ല അടിപൊളി അഡ്വാൻറ്റേജാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ RTR 310 റൈഡബിലിറ്റി, ട്രാക്കബിലിറ്റി എന്ന് പറയില്ലേ, എല്ലാ സാഹചര്യത്തിനും കൂടി കൊണ്ടുനടക്കും. എവറി ഡേ യൂസേജ് നിങ്ങൾ ഇതൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഒരു വണ്ടി അത്ര ടോപ്പ് സ്പീഡ് അടിക്കും, എത്ര പെട്ടെന്ന് ആ ടോപ്പ് സ്പീഡ് അടിക്കും അതല്ല, എത്ര എഫേർട്ട്ലെസ്ലി നിങ്ങൾക്കൊരു ദിവസം യൂസ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ദ RTR 310 പെർഫെക്റ്റ് ഫോർ ദ സിറ്റിയാണ്. 3rd ഗിയർ, 4th ഗിയർ, 5th ഗിയർ വിത്തൗട്ട് ത്രോട്ടിൽ ഇൻപുട്ട് വരെ എനിക്ക് ഇതേ സ്പീഡിൽ ട്രാഫിക്കിലൂടെ പോകാം. എനിക്ക് എൻ്റെ ഹെൽമെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലോ കൈയെടുത്ത് മാറ്റാം. എനിക്ക് എന്തെങ്കിലും ഇൻ്റർകോമിൽ കോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാം. എനിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നെക്കിത്തെ സിപ്പർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ, എൻ്റെ ജാക്കറ്റിൻ്റെ സിപ്പർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ എല്ലാ സാധനവും ചെയ്യാൻ പറ്റും. എല്ലാം എവറിത്തിങ് എഫേർട്ട്ലെസ്ലി ആക്കുന്നൊരു വണ്ടി. അതാണ് എനിക്ക് ഈ RTR 310 അത്ര ഇഷ്ടം. ഇത്രയും മാത്രം അടിപൊളിയായിട്ടുള്ള ഇലക്ട്രോണിക്സാണ് TVS ഇതിൽ കൊടുത്തിരിക്കുന്നത്. സിക്സ്ത് ഗിയർ അടിപൊളി, ഒരു സീനും ഇല്ലാണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും കേട്ടോ. ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. ക്വിക്ക് ഷിഫ്റ്ററൊക്കെ ബട്ടറി സ്മൂത്താണ്. പുതിയ ജനറേഷൻ 390 ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെന്തോ പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നുന്നത്.
അത്രയൊക്കെ ഡിഫറൻസാണ് എന്താ ടി വി എസിൻ്റെ ഇലക്ട്രോണിക് പാക്കേജ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ്ലിംഗ് വൈസ് ആണെങ്കിൽ കൂടി അടിപൊളിയാണ് കൊടുത്തിരിക്കുന്നത്. മച്ച് മോർ കംഫർട്ടബിൾ കൂടിയാണ്. എവറി ഡേ യൂസേജ്, ഫോർ റോഡ് റൈഡിങ്, ഫോർ ടൂറിങ്, സിറ്റി യൂസ്. ഇത് അടിപൊളി ഡീലാണ്. ഇപ്പോൾ ഞാൻ ക്രൂസ് കൺട്രോൾ ഓണാക്കി ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തന്നിരിക്കുകയാണ്. ക്രൂസ് കൺട്രോൾ ഒക്കെ ത്രോട്ടിലും കൂടെ 70 തന്നെ വണ്ടി കീപ്പ് ചെയ്ത് ഓടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ മോമെൻറ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അത് കട്ടായി, കണ്ടില്ലേ? അങ്ങനത്തെ എല്ലാ സാധനവും നിങ്ങൾക്ക് ടൂറിങ്ങിന് എവറി ഡേ യൂസേജിന് വേണ്ട എല്ലാ സാധനവും ടി വി എസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് സ്ലോ ബൈക്കൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് ക്വിക്ക് ബൈക്ക്. ഇതിൻ്റെ ഞാൻ പറയാം വലിയ സ്പ്രോക്കറ്റ് റീൽ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ആക്സലറേഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ 0 to 60 നമ്മൾ എവറി ഡേ യൂസ് ചെയ്യാൻ പോകുന്ന ആ ഫിഗർ ആയിരിക്കും. അത് ഓൾമോസ്റ്റ് ആസ് ഫാസ്റ്റ് ആസ് 390 ആണ്. കറക്റ്റ് എത്രയാണെന്ന് അറിയാം. ഞാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് ഈ അടിയിൽ ടൈമിംഗ് കൊടുത്തിട്ടുണ്ടാവും. അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ആൾക്കാർ പറയുക RTR 310 കുറേ വൈബ്രേഷൻ ഇല്ലേന്ന്. ഈ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ KTM 390ക്കും സിംഗിൾ സിലിണ്ടേഴ്സിലുള്ള വൈബ്രേഷൻ തന്നെ ഈ വണ്ടിക്കുള്ളൂ. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഓടിക്കുമ്പോൾ അതിന് കുറച്ച് കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വണ്ടി പ്രോപ്പർ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ബൈ ദ മാനുവൽ നിങ്ങളത് സർവീസൊക്കെ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ അത്ര വലിയ വൈബ്രേഷൻ്റെ സീൻ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബസീനസ് ഉണ്ടാവും. ആ ഫുഡ് പാക്കിലും ബാർ എൻഡിലൊക്കെ വൈബ്രേഷൻ ഉണ്ടാവും. അത് എല്ലാ സിംഗിൾ സിലിണ്ടർ ഹൈ റെവിങ് എൻജിൻസിലുള്ളതാണ്. ക്രൂസ് കൺട്രോൾ ഇട്ട് ഒരു നമുക്കൊരു സ്ട്രെച്ച് കിട്ടിയില്ല. അതിപ്പോൾ ഹയർ സ്പീഡ് ആയതുകൊണ്ട് അത് 70 തിരിച്ചെത്തിക്കുക. 70 എത്തിയിട്ട് ആ 70 അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിക്കോളും. യാതൊരു ഇതും വേണ്ട. ഇപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കിയോ, 5th എനിക്ക് സെറ്റപ്പ് ആക്കി. എനിക്ക് 6th ടാപ്പ് ചെയ്യാൻ 6th അടിപൊളി സെറ്റപ്പ് അല്ലേ? ഒരാൾ വട്ടം ചാടി ഞാൻ ബ്രേക്ക് പിടിച്ചു, സെറ്റപ്പ് അല്ലേ? അടിപൊളി ബ്രേക്കിങ്, അടിപൊളി സെറ്റപ്പാണ് എല്ലാം ടി വി എസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പോലീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പയ്യപ്പോൾ 60 പിടിക്കുക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ബോത്ത് ആർ റിയലി ഗുഡ് മോട്ടോർ സൈക്കിൾസ്. പക്ഷേ KTM കുറച്ചും കൂടി ഒരു ടോപ്പ് എൻഡായിട്ട് ഹയർ റെവിങ് ആയിട്ട് ഓടിക്കേണ്ട ഒരു വണ്ടിയാണ്. അത് ഓൺ ദ സിറ്റീസ് എത്തുകയാണെങ്കിൽ എവറി ഡേ യൂസേജിൽ അത് കുറച്ചൊന്ന് പുറകിലോട്ട് പോകും. അവിടെയാണ് RTR 310 അതിൻ്റെ ഹൈലൈറ്റ്. നിങ്ങൾ മേജറായിട്ട് യൂസ് ചെയ്യുന്ന സിനാറിയോസിൽ ഇതൊരു ഗ്രേറ്റ് ഓപ്ഷനാണ്. അടിപൊളി ഡീലാണ്. ഒരു രക്ഷയില്ലാത്ത ഇലക്ട്രോണിക്സാണ്. പിന്നെ കംഫർട്ടബിളാണ്. ആ എക്കണോമിക്സ് ആണെങ്കിലും ടൂറിങ് ബേസ്ഡിന് വേണ്ടി വെച്ചേക്കുക. എവറി ഡേ യൂസേജ് കംഫർട്ട് അതിന് വേണ്ടി കൊടുത്ത ഒരു സ്റ്റൈലിംഗ് ആണ്. നിങ്ങളെല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള സംഭവങ്ങളാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ വലിയ റിയർ സ്പ്രോക്കറ്റ് കൊടുത്തതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് അഫക്റ്റ് ചെയ്യും. ഈ എർബൻ മോഡിലാണ് GT2. ഞാൻ നേരത്തെ പറയാം റോഡിൽ പിടിക്കാണ്ട് തന്നെ ആ മിനിമം സ്പീഡ് കീപ്പ് ചെയ്യും. 2700 RPM 6th ഗിയറിൽ ഏകദേശം ഒരു 40 kmph അത് പിടിച്ച് പോയിക്കോളും. നിങ്ങൾ ത്രോട്ടിൽ ഇമ്പോട്ടൊന്നും കൊടുക്കണ്ട. അങ്ങനത്തെ കുറേ മത്താപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഏർബൻ മോഡിൽ മാത്രമേ ഉള്ളൂ. വേറെ മോഡിലൊന്നും ആ ഫീച്ചറില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഇഷ്ടമല്ലെങ്കിൽ ആ RPM കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്ട് മോഡിലോട്ട് ഒരു ടാപ്പ് ഓഫ് ബട്ടൺ മോഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോർട്ട് മോഡ്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ മെജോറിറ്റി സിറ്റിയിലാണെങ്കിലും കുറച്ചൊക്കെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ഏർബൻ മോഡ് ഇടാറുള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസാണ്. ഭയങ്കര നമുക്ക് എളുപ്പത്തിൽ വണ്ടി ഓടിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിയർ സ്പ്രോക്കറ്റ് വലുതായതുകൊണ്ട് ഇതിന് ടോപ്പ് സ്പീഡിനെ എഫക്റ്റ് ചെയ്യും. വലുതായപ്പോൾ ആക്സലേഷൻ കൂടും, പക്ഷേ ടോപ്പ് എൻഡ് സാക്രിഫൈസ് ചെയ്യും. അപ്പോൾ ഈ ഏർബൻ മോഡിൽ 135 വരെ വണ്ടി കയറുള്ളൂ. അത്രയും വരെ വണ്ടി ഇലക്ട്രോണിക്കലി ലിമിറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ സ്പോർട്ട് മോഡ് ട്രാക്ക് മോഡിലൊക്കെയാണ് ടോപ്പ് സ്പീഡ് അടിക്കാൻ പറ്റും. ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 160 165 ആണ് ടോപ്പ് സ്പീഡ് എന്നാണ് എൻ്റെ അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്രയാണ് ഓർമ്മയുള്ളത്. പക്ഷേ ഇതിൻ്റെ ഗിയർ ബോക്സ് ബട്ടറി സ്മൂത്ത്. ഒരു ചൂടുമില്ല, യാതൊരു ഹീറ്റിംഗ് ഇല്ല. ഹീറ്റിംഗ് കമ്പയർഡ് ടു ദ KTM നെല്ലാണ് ഇല്ല. ആള് വട്ടം ചാടിയാലും ബ്രേക്ക് പിടിക്കാനുള്ള ഇനഫ് ഓഫ് ബ്രേക്കിംഗ് കോൺഫിഡൻസും അതിൻ്റെ IMU ബേസ്ഡ് ABS സെറ്റപ്പാണ്. 52 നമുക്ക് ചില്ല് ചെയ്ത് കഥയൊക്കെ പറഞ്ഞു പോവാം. 6th ഗിയർ 52 ഇനിയും ലോവറിൽ പോകാട്ടോ. ഞാൻ ജസ്റ്റ് ക്രൂസ് കൺട്രോളിൻ്റെ കാര്യം കാണിക്കുക. നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും.
ആൻഡ് നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഈ ബട്ടൺ കണ്ട ഈ ബട്ടൺ മുകളിലിട്ടാക്കിയാൽ 55 കണ്ട 55 നെക്കി പിടിക്കുവാണെങ്കിൽ 60 67 ഒന്ന് നെക്കി പിടിച്ചാൽ 70 75 ആക്കി വെച്ചപ്പോൾ ആ സ്പീഡിലോട്ട് നമുക്ക് ഈ ബട്ടൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സെറ്റപ്പ് ഇലക്ട്രോണിക്സാണ്, ഒരു രക്ഷയില്ലാത്ത ഇലക്ട്രോണിക്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ആൾ വട്ടം ചാടി ബ്രേക്ക് ടാപ്പ് ചെയ്താൽ ആ ഫ്രണ്ട് ആൻഡ് ഡൈവ് വരെയും പെർഫെക്റ്റ്ലി കൺട്രോൾഡാണ്. നമ്മൾ ചില വണ്ടിയിലൊക്കെ ബ്രേക്ക് പിടിക്കാൻ ഫ്രണ്ട് ആൻഡ് ഒറ്റയടിക്ക് ഡൈവ് ചെയ്യില്ല. അങ്ങനെ ഡൈവ് ആയി കഴിഞ്ഞാൽ പിന്നെ കോർണറൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി വളയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. എന്ന് പറഞ്ഞാൽ വീൽ ബേസ് ഷോർട്ടർ ആവും, ഫാസ്റ്ററായി ടേൺ ചെയ്യും. പക്ഷെ അപ്പം തന്നെ നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോഴേക്കും ഒറ്റയടിക്ക് ഫ്രണ്ട് പൊങ്ങി വരുമ്പോഴേക്കും ആ ടയർ കോൺടാക്ട് പാച്ചൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു കോൺടാക്ട് പാച്ച് നഷ്ടപ്പെടും, ആ ഗ്രിപ്പ് നഷ്ടപ്പെടും, വണ്ടി ക്രാഷ് ആവും. പക്ഷേ ഈ വണ്ടിയുടെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഞാൻ അതിരപ്പള്ളി മൂന്നാർ ഗ്യാപ്പ് റോഡിലൊക്കെ കൊണ്ടുപോയി ഓടിച്ച സംഭവം സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു RTR 310 എന്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന്. എവറി ഡേ യൂസബിലിറ്റി അവിടെ മാത്രമല്ല, ഗോ കാർഡിൽ നല്ല അടിപൊളി ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഓ എന്താണല്ലേ, അങ്ങനെ ഓടിക്കേണ്ട വണ്ടിയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോകാനാണ് ഇത് KTM ആയിരിക്കും ബെറ്റർ. പക്ഷേ നിങ്ങൾക്ക് ശാന്തി സമാധാനത്തോടെ എൻജോയ് ചെയ്ത് ഓടിക്കാനാണെങ്കിൽ RTR 310 ഇസ് ബെറ്റർ. സോ ഗൈസ് ദാറ്റ്സ് എ റാപ്പ്. അടുത്ത വീഡിയോ കാണാം. ദേ കണ്ട 4th ഗിയറിൽ വിത്തൗട്ട് ത്രോട്ടിൽ ഇൻപുട്ട് നമുക്ക് ഇങ്ങനെ സിറ്റി കൂടി ഇത്രയും ബ്ലോക്കിലൂടെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. കാണിച്ചു തന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.